ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഓരോ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ നമ്മൾ വീട്ടിലെ ആൾക്കാരുള്ള അളവിനനുസരിച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ 3-4 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മുഴുവൻ ബിസ്ക്കറ്റും അങ്ങനെ പൊടിച്ചെടുക്കണേ. അപ്പം ഞാനിപ്പോൾ വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലും ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ഇപ്പോൾ ഞാൻ വീഡിയോ റെഫർ ചെയ്ത ചേച്ചി പറയുന്നത് ഈ ഒരു ഷുഗർ ഓപ്ഷനിലാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഷുഗറാണ്. പക്ഷേ എനിക്ക് തോന്നിയത് അതൊട്ടും ഓപ്ഷണലല്ല. ഷുഗർ എന്തായാലും നമുക്ക് വേണ്ടതാണ്. ബിക്കോസ് അത്ര വലിയ മധുരം ഇല്ല ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിന്. അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഷുഗർ ഇച്ചിരി കൂടി വേണമെന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള കേക്കിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇതിനുണ്ടാവില്ല. പക്ഷേ നമുക്കിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് ആ ഒരു ക്രേസ് ഉള്ള ആൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മേലെ കൊടുക്കുന്ന ക്രീമും ഈ കേക്ക് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ സ്പഞ്ച് മാത്രമാണ് നമ്മൾ കടിക്കുന്നതെങ്കിൽ അതത്ര ടേസ്റ്റ് ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഷുഗർ അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ നോർമൽ കേക്കിൻ്റെ അത്ര വലിയ എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര എനിക്ക് കിട്ടിയില്ല. കേക്കൊക്കെ പൊളിയായിരുന്നു, പക്ഷേ എൻ്റെ ടേസ്റ്റ് ആയിരുന്നു കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെയും ദോശ മാവിൻ്റെയും നടുക്കായിട്ടുള്ളൊരു പരുവം. ഈ പരുവത്തിലാവുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തണം. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ടിന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ആ പാത്രത്തിൽ നല്ല രീതിക്ക് തന്നെ വെളിച്ചെണ്ണ തടയി കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് വരെയാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് കുത്തി നോക്കിയിട്ട് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി വെച്ചിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ്, ഞാനിപ്പോൾ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആയി വന്നിട്ടുണ്ട്. മെൽട്ടായി വരുന്നേ ഉള്ളൂ. കുറച്ച് സമയമൊക്കെ എടുക്കൂ ഇങ്ങനെ മെൽട്ടായി വരേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക മെൽട്ടായി വരുന്നവരെ. അതിനുശേഷം നമ്മൾ കേക്ക് എടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്രീം, അതായത് മേലെ ഒഴിച്ചു കൊടുക്കേണ്ട ക്രീമില്ലേ, ഡയറി മിൽക്ക് വെച്ചുണ്ടാക്കിയത്, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചെടുക്കുക. കണ്ടിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒലിച്ച് വരുന്നൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ക്രീം. നല്ല രീതിക്ക് ഇങ്ങനെ ഒലിച്ച് വരുമ്പോൾ അതിനുശേഷം നമ്മൾ മേലെ ഡെക്കറേഷൻ, അത്ര വലിയ ഡെക്കറേഷൻ ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഓരോ ബിസ്ക്കറ്റ് ഒന്ന് ചുറ്റിലും വെച്ചിട്ട് നമ്മളിങ്ങനെ ജെംസ് അതിന് മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഷുഗർ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഷുഗർ ഭയങ്കര കുറവായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ അത്യാവശ്യം നല്ലിക്കാൻ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് കഴിച്ചപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചപ്പോഴാണ് ഇതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഫീലായത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇച്ചിരി കൂടി ബെറ്ററായി തോന്നിയത് ഇതിൻ്റെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ക്രീമും ജംസൊക്കെ കൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. എന്നാൽ അതിൻ്റെ സ്പഞ്ച് മാത്രം കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇല്ല. സോ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോർമൽ കേക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. ആ മേലത്തെ ക്രീമും സ്പഞ്ചും കടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ എൻ്റെ കസിൻ അനിയനാണ്. എല്ലാവരും കൂടി ഒന്ന് കഴിച്ച് നോക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചപ്പോഴാണ് അവനും ഇച്ചിരി കൂടി ബെറ്ററായിട്ടുള്ള ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാവരുടെയും അഭിപ്രായമാണ്. എനിക്കെന്തായാലും ആ മേലത്തെ ക്രീമാണ് എല്ലാവരും ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്പഞ്ച് മാത്രം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇത് എൻ്റെ അനിയനാണ്. അവനും ആ ക്രീമാണ്
ആദ്യം കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. കണ്ടോ, അപ്പോൾ അവനിങ്ങനെ കഴിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഓക്കെ, ബൈ.